Hello. Welcome to market discussion of the day. Today, November 26, 2025, വെനസ്ഡേ ആണ്. സോ അതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ നേരത്തെ മുതലേ പറഞ്ഞുകൊണ്ടിരുന്ന ഈ ഒരു ദിവസം മാറി നിൽക്കണം എന്ന് പറഞ്ഞ ദിവസമാണ്, ഫണ്ടമെൻ്റൽസ് ഉള്ള ദിവസമാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഓക്കെ, സോ നമുക്ക് ഇന്നത്തെ മെയിനായിട്ടുള്ള ന്യൂസുകളെ കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 10 മണിക്ക് 1 മണിക്കൂർ കഴിയുമ്പോൾ ഓട്ടം ഫോർകാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഫ്രം UK GBP ഡയറക്റ്റ്ലി അഫക്റ്റ് ചെയ്യുന്ന ന്യൂസാണ്. സോ അത് GBP ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ, GBP USD ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ GBP പേയേഴ്സ് ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ ആ ഒരു സമയത്തൊന്ന് സൂക്ഷിച്ചിരിക്കുക. അതിനുശേഷം നമുക്ക് ഡ്യൂറബിൾ ഗുഡ്സ് ഓർഡർ ഉണ്ട്. ഓക്കെ, അത് 1:30 മണിക്കാണ് ഡ്യൂറബിൾ ഗുഡ്സ് ഓർഡറിൻ്റെ ന്യൂസ് വരുന്നത്. അതിനുശേഷം ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിമും 1:30 മണിക്ക് തന്നെ വരുന്നുണ്ട്. 1:30 മണി UK ടൈമിംഗ്, 1:30 മണി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യൻ ടൈമിംഗ് 6 മണിക്ക് മുന്നേ ആയിട്ട് മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുന്നതായിരിക്കും എല്ലാവർക്കും നല്ലത് എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് പറഞ്ഞു പോവുകയാണ്. കാരണം ഒരുപാട് ന്യൂസുകളുണ്ട്. ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിം ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നാണ് വരുന്നത്. നോർമലി വ്യാഴാഴ്ച വന്നുകൊണ്ടിരുന്ന ന്യൂസാണ് ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിം. സോ നാളെ താങ്ക്സ് ഗിവിംഗ് ഡേ ആയതുകൊണ്ടിട്ട് തന്നെ US ഇന്ന് താങ്ക്സ് ഗിവിംഗ് ഡേ ആണ്. അതുകൊണ്ട് US മാർക്കറ്റ് അവധിയാണ്. അതുകൊണ്ടിട്ട് തന്നെ ഇന്നത്തേക്ക് ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിം മാറി. ഓക്കെ, സോ 1:30 ഒരുപാട് 2 ന്യൂസുകൾ ഒരുമിച്ച് വരുന്നുണ്ട്. അതിനുശേഷം 2:25 ന്യൂസ് വരുന്നുണ്ട്. US നിന്ന് വരുന്ന ന്യൂസ് 3 മണിക്ക് 2 ന്യൂസ് വരുന്നുണ്ട്. അതിനുശേഷം വൈകുന്നേരം 3 മണിക്ക് തന്നെ ന്യൂ ഹോം സെയിൽസ് വരുന്നുണ്ട്. അതിനുശേഷം ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ച് 3:30 വരുന്നുണ്ട്. അപ്പോൾ മാർക്കറ്റ് എന്തെങ്കിലുമൊക്കെ വലിയ വ്യത്യാസമുണ്ടായിരുന്നു. ഇതൊന്നും ഭയങ്കര വലിയ ന്യൂസുകളൊന്നും അല്ല. പക്ഷേ എന്താ പറയുക, മെയിനായിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ ഒരുപാട് കാലത്തിന് ശേഷമാണ് US നിന്ന് ന്യൂസ് വരുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ വ്യാഴാഴ്ച ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിം വന്നപ്പോഴാണ് ഓൾമോസ്റ്റ് 1 മാസത്തിന് ശേഷം US നിന്ന് ഒരു ന്യൂസ് വന്നത്. കാരണം US ഗവൺമെൻറ് ഷട്ട് ഡൗൺ ആയിരുന്നു. ഓക്കെ, സോ ആ ഒരു സിറ്റുവേഷനിൽ ഈ ന്യൂസുകളെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കിക്കാണണം. മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കാനായിട്ടുള്ള ഒരു ശ്രമം നടത്തി കഴിഞ്ഞാൽ ബെറ്റർ ആയിരിക്കും എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ കലണ്ടർ ബേസ് ചെയ്തിട്ടുള്ള ഏറ്റവും അതിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യമുണ്ട്. ECB പ്രസിഡന്റ് ലഗാർഡിൻ്റെ സ്പീച്ച് കൊണ്ട്. ഓക്കെ, സോ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇന്നത്തെ ദിവസം. അതെന്തുകൊണ്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല, ഇന്ന് നമുക്ക് ഉക്രൈനും US തമ്മിൽ ഉള്ളൊരു പീസ്, റഷ്യ ഉക്രൈൻ വാർ പ്രമാണിച്ചിട്ടുള്ള ഒരു പീസ് ഡീലിലോട്ട് എന്നുള്ളതാണ് റിപ്പോർട്ട്. ഓക്കെ, പക്ഷെ റഷ്യ അത് അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. സോ ആ ഡീലിനകത്ത് പറയുന്ന കാര്യങ്ങൾ ഉക്രൈന് വലിയ രീതിയിലുള്ളൊരു ഒരു നല്ല കാര്യങ്ങളൊന്നും അല്ല. ഉക്രൈൻ്റെ ഭാഗമായിട്ടുള്ള 4 സ്ഥലങ്ങൾ വിട്ടുകൊടുക്കുക, മിലിറ്ററി എന്താ പറയുക, ഉക്രൈൻ്റെ അവിടുന്ന് മാറിപ്പോവുക, അതേപോലെ നാറ്റോയിൽ അംഗത്വം ഇല്ലാതാവുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നാറ്റോയിൽ അംഗത്വം ഇനി ഉണ്ടാവാതിരിക്കുക എന്നൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ആ ഒരു ഡീലിൽ പറഞ്ഞിട്ടുള്ളത്. അത് ഉക്രൈനും നല്ലതല്ല, യൂറോപ്യൻ യൂണിയനും നല്ലതല്ല. ഓക്കെ, സോ യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്ന ശക്തിയുടെ ഒരു എന്താ പറയുക, അതിൻ്റെ ചോദ്യം ചെയ്യലായിരിക്കും ആ ഒരു ഡീല് വന്നു കഴിഞ്ഞാൽ ഉണ്ടാവുക. സോ അതുകൊണ്ടിട്ട് തന്നെ ലഗാർഡ് ഇന്ന് ആ ഒരു കാര്യത്തിനെതിരെ എന്താണ് പറയുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് യൂറോയെയും ഡയറക്റ്റ്ലി ഗോൾഡിനെയും അഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് ആ ഒരു സമയത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറി നിൽക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തി പോവുക എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഓക്കെ, സോ അത് കഴിഞ്ഞാൽ നമുക്ക് നാളെ രാവിലെ 10 മണിക്ക് നമുക്ക് കൺസ്യൂമർ പ്രൈസ് എക്സ്പെക്റ്റേഷൻ്റെ ന്യൂസ് വരുന്നുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ ജപ്പാനിൽ നിന്നുള്ള ടോക്കിയോ CPI ഫുഡ് ആൻഡ് എനർജി ന്യൂസ് വരുന്നുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല കേട്ടോ, പക്ഷേ റീറ്റെയിൽ സെയിൽസിൻ്റെ ന്യൂസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളൊരു കാര്യം കൂടെ മനസ്സിലാക്കി പോവുക. ഓക്കെ, സോ നാളെ രാത്രിയിലാണ് ഈ ന്യൂസ് വരുന്നത്. സോ ഫ്രൈഡേ, നാളത്തേക്ക് മുന്നേ ആയിട്ട് JPYയിൽ ട്രേഡ് ചെയ്യുന്നുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ മാറി നിൽക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുക എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞു പോകാനായിട്ടുള്ളത്. സോ എന്തായാലും ഇന്നത്തെ ദിവസം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണക്കാക്കി മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുന്നത് ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യമാണ് എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് പറഞ്ഞു പോവുകയാണ്. ഓക്കെ, സോ കമ്മിങ് ടു ടെക്നിക്കൽ സൈഡ്, നമ്മളെ ടെക്നിക്കൽ സൈഡിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മളുടെ പുതിയ ബാച്ച്, ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിപ്പിക്കുന്ന ബാച്ച് അടുത്ത തിങ്കളാഴ്ച വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 2 ആഴ്ച നീണ്ടു നിൽക്കുന്ന ക്ലാസ്സാണ്. രാത്രി ഇന്ത്യൻ ടൈമിംഗ് 7:30 മണിക്കും 10:30 മണിക്കും രാത്രിയാണ് ക്ലാസ്സുകൾ നടക്കുന്നത്. 2 സമയത്തും ഒരേ കാര്യങ്ങളായിരിക്കും പറയുന്നത്. 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ക്ലാസ്സാണ്. ക്ലാസ്സിന് ജോയിൻ ചെയ്യണം എന്നുള്ള എല്ലാ ആൾക്കാർക്കും എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പർ ഉണ്ടാവും. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും എന്ന് എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. സോ ഇവിടുത്തെ ലൈറ്റ് വീണ്ടും പോയി, ഞാൻ ജസ്റ്റ് ഒന്ന് ലൈറ്റ് ആക്കിയിട്ട് വരാം. സോ ഇവിടെ അനങ്ങാതിരുന്ന് കഴിഞ്ഞാൽ ലൈറ്റ് പോകും. ഓക്കെ, സോ എന്താ പറയുക,
അതാണ് മെയിനായിട്ട് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, സോ എനിക്കൊരൊറ്റ റിക്വസ്റ്റ് എന്താ വെച്ചാൽ ഈ ഒരു സമയത്തും 2 ആഴ്ച ഫുള്ളി അറ്റൻഡ് ചെയ്യാമെങ്കിൽ മാത്രം എനിക്ക് മെസ്സേജ് അയക്കുക എന്നുള്ളതിൻ്റെ ഒരു റിക്വസ്റ്റ് മാത്രമാണ്. കാരണം ഒരുപാട് ആൾക്കാർ ഫ്രീ ആയതുകൊണ്ടിട്ട് തന്നെ ക്ലാസ്സിന് ജോയിൻ ചെയ്തിട്ട് പിന്നീട് ഒരു റെസ്പോൺസും ഇല്ലാത്തൊരു സിറ്റുവേഷനിലോട്ട് വരുന്നത് കൊണ്ടിട്ടാണ് ഞാനിത് എടുത്ത് പറയുന്നത് കേട്ടോ. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെൻ്റൽ സൈഡ്, കമ്മിങ് ടു ടെക്നിക്കൽ സൈഡ്. സോ നമ്മൾ ഇന്നലെ പറഞ്ഞ എല്ലാത്തിനകത്തും പ്രോപ്പറായിട്ട് റേഞ്ച് വർക്ക് ആവുകയും നമുക്ക് നല്ല പ്രോഫിറ്റ് കിട്ടുകയും ചെയ്തു എന്നുള്ളൊരു കാര്യത്തിനകത്ത് വളരെയധികം സന്തോഷമുണ്ട്. കാരണം കുറേ പേര് എനിക്ക് മെസ്സേജ് അയക്കുകയും ചെയ്തു. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് JPYയിലോട്ട് വരാം. JPY 156 റേഞ്ചിൽ ബൈ ചെയ്യാനായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ 156ൻ്റെ അവിടെ നിന്ന് ബൈ ചെയ്തിട്ടുള്ള എല്ലാ ആൾക്കാരും നല്ല രീതിയിലുള്ളൊരു പ്രോഫിറ്റിലാണ് എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. സോ ഈ ഒരു പ്രോഫിറ്റ് നമുക്ക് 157.30 ഞാൻ ടേക്ക് പ്രോഫിറ്റ് വെച്ചിട്ടുള്ളത്. 155.30 ഞാൻ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുള്ളത്. ഓക്കെ, സോ ബേസിക്കലി 80 പിപ്പിൻ്റെ സ്റ്റോപ്പ് ലോസും 120 പിപ്പിൻ്റെ ടേക്ക് പ്രോഫിറ്റ് 1:1.5 റേഷ്യോയിലാണ് ഞാൻ വെച്ചിട്ടുള്ളത്. നമുക്ക് എവിടെ വരെ മാർക്കറ്റ് എന്താ പറയുക, മാർക്കറ്റ് ഇനിഷ്യലി ഉറപ്പായിട്ട് 157 ഒന്ന് റെസിസ്റ്റ് ചെയ്യും. സോ അത് നിങ്ങളുടെ താല്പര്യമാണ്. സോ ഫസ്റ്റ് വേണമെങ്കിൽ പാർഷ്യലി പ്രോഫിറ്റ് 157 തന്നെ നമുക്ക് എടുത്ത് മാറാം. ബാക്കി പ്രോഫിറ്റാണ് നമുക്ക് 157.30 ബാക്കിയും എടുത്ത് മാറുന്ന രീതിയിൽ വേണം നമ്മൾ പ്ലാൻ ചെയ്യാനായിട്ടെന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, സോ ഇതാണ് എനിക്ക് JPYയിൽ പറയാനായിട്ടുള്ള കാര്യങ്ങൾ. സോ നേരെ നമ്മളുടെ യൂറോയിലോട്ട് വരുമ്പം യൂറോയും നമ്മൾ ഇന്നലെ 1.1500 നമുക്ക് ഇന്നലെ കിട്ടിയിട്ടുണ്ടായിരുന്നു. 1.1510 റേഞ്ചിലൊക്കെയാണ് കിട്ടിയത്. സോ അവിടുന്ന് ബൈ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് ഇന്നലെ തന്നെ മിനിമം ഒരു 100 പിപ്പിൻ്റെ പ്രോഫിറ്റ് ഇന്നലെ തന്നെ കിട്ടിയിട്ടുണ്ട്. അത് കിട്ടിയിട്ടുള്ള ആൾക്കാർ പ്രോഫിറ്റ് എടുത്ത് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, സോ അവർക്കും നല്ല രീതിയിൽ ഒരു ലോട്ട് ചെയ്ത ആൾക്ക് ഓൾമോസ്റ്റ് $1000 പ്രോഫിറ്റ് ഇന്നലെ യൂറോയിൽ നിന്ന് മാത്രം കിട്ടിയിട്ടുണ്ടെന്നുള്ളതിനകത്ത് വളരെയധികം സന്തോഷമുണ്ട്. ഇന്ന് പ്രത്യേകിച്ചും ഞാൻ എടുത്തു പറയാനായിട്ടുള്ള കാര്യം യൂറോയിൽ നിന്ന് മാറി നിൽക്കുക. കാരണം റഷ്യ ഉക്രൈൻ സംഘർഷം ഭയങ്കരമായിട്ടുള്ള ഒരു തീരുമാനത്തിലോട്ട് എത്താൻ പോവുകയാണ്. ഓക്കെ, സോ അത് എന്താണെങ്കിലും യൂറോയിനെ ഡയറക്റ്റ്ലി അഫക്റ്റ് ചെയ്യും. മനസ്സിലായില്ലേ? സോ നമുക്ക് നാളെയോ അല്ലെങ്കിൽ അടുത്ത ആഴ്ചയൊക്കെ യൂറോയിൽ ഇനി തൊട്ടാൽ മതി. ഇനി 1.15 കിട്ടിക്കഴിഞ്ഞാൽ ബൈ ചെയ്യരുത് എന്നുള്ളൊരു കാര്യം ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, സോ നേരെ നമ്മൾ GBPയിലോട്ട് വരുമ്പം 1.3790 GBPയിലും നമുക്കറിയാം എന്താണ് 1.3100 ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. സോ ആ 1.3100 ബൈ ചെയ്തിട്ടുള്ള എല്ലാ ആൾക്കാർക്കും 100 പിപ്പിൻ്റെ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. ഒരു ലോട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് $1000 പ്രോഫിറ്റ് GBPയിലും കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. സോ ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത് 1.3178 നിൽക്കുന്നു. സോ മാർക്കറ്റ് നമുക്ക് അടുത്ത ഓപ്പർച്യൂണിറ്റി വീണ്ടും 1.3100 കിട്ടുകയാണെങ്കിൽ അവിടുന്ന് വേണമെങ്കിലും ബൈ ചെയ്ത് പോകാം. അല്ല, മാർക്കറ്റ് മുകളിലോട്ട് ഇന്ന് മാർക്കറ്റ് അവസാനിക്കുന്നത് 1.3200 മുകളിലാണ്. ഓക്കെ, നാളെ രാവിലെ ഇന്ത്യൻ ടൈമിംഗ് 7:30 മണിക്കും 1.3200 മുകളിലാണ് എങ്കിൽ നമുക്ക് അവിടുന്ന് ഒരു ബൈ ഓപ്പർച്യൂണിറ്റി എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ എന്താ പറയുക ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സോ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ബൈ ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യാം. ഓക്കെ, സോ ഇന്ന് നമുക്ക് ഇനിയിപ്പം നമ്മുടെ ന്യൂസ് വരാൻ പോകണം. അതുകൊണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത് ഇനി പ്രത്യേകിച്ച് ഓപ്പർച്യൂണിറ്റി ഒന്നും നോക്കണ്ട, നാളെ എടുത്താൽ മതി എന്നുള്ളതാണ് എൻ്റെ റെക്കമെൻഡേഷൻ. സോ JPYയിൽ നിങ്ങളൊരു 2-3 മണിക്കൂർ കഴിയുമ്പോൾ എത്രമാത്രം പ്രോഫിറ്റ് ഉണ്ടോ ആ പ്രോഫിറ്റ് എടുത്ത് മാറുക. ഇല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസും ടേക്ക് പ്രോഫിറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു തെറ്റുമില്ല. അത് അടിച്ചു പോകുന്നതുകൊണ്ട് തെറ്റില്ലാത്തൊരു കാര്യമാണ്. സ്റ്റോപ്പ് ലോസ് കിട്ടുകയാണെങ്കിൽ ടേക്ക് പ്രോഫിറ്റും കിട്ടും. ഓക്കെ, അപ്പോൾ മാറി നിൽക്കാൻ പറ്റുന്ന ആൾക്കാർക്ക് മാറി നിൽക്കാം. ഓക്കെ, സോ നമ്മൾ ഗോൾഡിലോട്ട് വരുമ്പം 4159 ഗോൾഡ് നിൽക്കുന്നു, 4160 നിൽക്കുന്നു. ഇന്നലെ നമ്മൾ പറഞ്ഞ ഓപ്പർച്യൂണിറ്റി 4130. ഓക്കെ, സോ 4090 4090 മാർക്കറ്റ് വന്നിട്ടില്ല. ഓക്കെ, 4090 മാർക്കറ്റ് വന്നിട്ടില്ല. സോ അതുകൊണ്ടിട്ട് തന്നെ ഗോൾഡിൽ ഇന്നലെ ഞാൻ പറഞ്ഞ ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുമില്ല. സോ ഇന്നും എനിക്ക് പറയാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ഒന്നെങ്കിൽ 4130 വേണമെങ്കിൽ ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. ഓക്കെ, 4130 വേണമെങ്കിൽ ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. അത് ഞാൻ അവിടെ എടുക്കത്തില്ല. 4090 കിട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് ബൈ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ.
ഓക്കെ, സോ ബൈ സൈഡ് മാത്രമേ ഉള്ളൂ, സെൽ സൈഡ് ഇല്ല. കാരണം ഫണ്ടമെൻ്റലി ഗോൾഡ് അപ്സൈഡ് തന്നെയാണ്. സോ 3 പ്രശ്നങ്ങളാണ് ഇപ്പോൾ വേൾഡിൽ നടക്കുന്നത് അൺസർട്ടനിറ്റി ഉണ്ടാക്കാനായിട്ട്. ഒന്ന്, ചൈന US ട്രേഡ് വാർ, നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. സോ ചൈന US ട്രേഡ് വാർ നടക്കുന്നുണ്ട്. സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അതിനകത്ത് ഒരു തീരുമാനമായിട്ടില്ല. രണ്ടാമത്, ഉക്രൈൻ റഷ്യ വാർ, അതിനകത്തും ഒരു തീരുമാനമായിട്ടില്ല. അതേപോലെ തന്നെ ചൈനയും ജപ്പാനും തമ്മിലൊരു പ്രശ്നം നടക്കുന്നുണ്ട്. ഓക്കെ, സോ ഈ 3 പ്രശ്നങ്ങൾക്കും ഒരു തീരുമാനമാവാതെ ഒരിക്കലും 4090 താഴെയായിട്ട് മാർക്കറ്റ് പോകാനായിട്ടുള്ള പോസിബിലിറ്റി വളരെ കുറവാണ്. പോവത്തില്ല എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, പോസിബിലിറ്റി കുറവാണ്. ഓക്കെ, സോ അതുകൊണ്ടിട്ട് തന്നെ നമുക്ക് 4090 4080 പ്രോപ്പറായിട്ട് മാർക്കറ്റ് സപ്പോർട്ട് ചെയ്യുകയും അവിടുന്ന് തിരിച്ച് മുകളിലോട്ട് പോകാനായിട്ടുള്ള പോസിബിലിറ്റിയാണ് കൂടുതലുള്ളത്. ഓക്കെ, ബട്ട് എന്തെങ്കിലും സംഭവിച്ചാൽ, അല്ലെങ്കിൽ ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റഷ്യ ഉക്രൈൻ വാറിൻ്റെ ഒരു തീരുമാനം ഇന്ന് ഉറപ്പായിട്ടും അറിയാനായിട്ട് സാധിക്കും. നാളെ താങ്ക്സ് ഗിവിംഗ് ഡേ ആയതുകൊണ്ടിട്ട് ഈ റഷ്യ ഉക്രൈൻ വാർ അവസാനിപ്പിച്ചത് നമ്മുടെ ഡൊണാൾഡ് ട്രംപ് അണ്ണനാണ് എന്ന് പുള്ളിക്കാരന് പറയാൻ വേണ്ടിയിട്ടെങ്കിലും പുള്ളിക്കാരൻ ഈ വാർ അവസാനിച്ചെന്നെങ്കിലും പറയും. ഓക്കെ, ഓൾറെഡി പറഞ്ഞു. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ മാർക്കറ്റിനകത്ത് വലിയൊരു ചാഞ്ചാട്ടം ഉണ്ടാവാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. ചിലപ്പോൾ താഴോട്ടൊക്കെ ഗോൾഡ് പോകാം. ഓക്കെ, സോ അതുകൊണ്ടിട്ട് കെയർഫുൾ ആയിട്ടിരിക്കുക. ഒന്നാമത്, നമുക്ക് എക്കണോമിക് കലണ്ടർ ബേസ് ചെയ്തിട്ട് ഒരുപാട് ന്യൂസുകളുള്ള ദിവസമാണ്. രണ്ടാമത്തെ കാര്യം, നാളെ താങ്ക്സ് ഗിവിംഗ് ഡേ ആയതുകൊണ്ടിട്ട് അണ്ണന് വലിയ രീതിയിലുള്ള സെറ്റപ്പ് കാണിക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, സോ ഈ 2 കാര്യങ്ങൾ കൊണ്ടിട്ട് ഉറപ്പായിട്ടും ഗോൾഡിൽ ഇന്ന് പ്രത്യേകിച്ച് അഭ്യാസങ്ങളൊന്നും കാണിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. ഓക്കെ, സോ മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമ്മൾ നാളെ കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.